ഹലോ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏലക്കയുടെ ഹാർവെസ്റ്റ് വരുമ്പോൾ ഞാനത് കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ് ഗാർഡനിലെ ഫുൾ കാർഡമം. അപ്പോൾ ഇന്ന് അവിടെ ഹാർവെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഇത് ഫുൾ അതിൻ്റെ പ്രൊഡക്ഷനാണ് കേട്ടോ. അപ്പോൾ ഗാർഡനിൽ കൂടെ ഞാനിങ്ങനെ നടന്നപ്പോൾ ജസ്റ്റ് ഇത് ഹാർവെസ്റ്റിങ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏലക്ക. അപ്പോൾ ഇങ്ങനെ നടന്ന് ഈ ആൾക്കാർ ഒരു ഗാർഡൻ്റെ ഒരു സൈഡിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ കായെടുത്ത് വരുന്നത്. അപ്പോൾ ഇതിന് ഈ ഏലക്കൃഷിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് കവാത്തെടുക്കണം, ഹാർവെസ്റ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്, പിന്നെ ഒരുപാട് എന്താ പറയുക അതിന് മണ്ണിടണം, അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഈ ഏലക്കൃഷിക്കുണ്ട്. പിന്നെ ഇതൊക്കെ കുരുമുളക് നിൽക്കുന്ന കേട്ടോ, അതിൻ്റെ പ്രൊഡക്ഷൻ ടൈം ഇപ്പോഴാണ്. പിന്നെ ഇവർ സംസാരിക്കുന്ന അതായത് ഈ വർക്കേഴ്സ് സംസാരിക്കുന്ന ഒരു ശബ്ദം വെച്ചാണ് ഞാൻ അവിടെ അടുത്തേക്ക് പോയത്. കാരണം 5 ഏക്കർ ആയതുകൊണ്ട് നമുക്ക് എവിടെയാണ് ഇവരുള്ളതെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു ഊഹം വെച്ചങ്ങ് പോയി. അപ്പം നടന്ന് ഇപ്പോൾ ഒരു ഗാർഡൻ, ഇവർക്ക് കൗ ഫാം ഉള്ളതുകൊണ്ട് ഈ ഗാർഡൻ്റെ എല്ലാ നടുക്കൂടെയും ഇങ്ങനൊരു ചാല് പോലെ ഒഴുകുന്നുണ്ട് ഈ ചാണകം. അതാണിതിന് ഈ ഏലക്കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഈ ചാണകമാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കിട്ടും. അങ്ങനെ ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഒത്തിരി മിനിമൈസ് ചെയ്താണ് കാണിച്ചേക്കുന്നത്, കാരണം ഇതൊരു ലോങ് ആയിട്ട് പോകും അതുകൊണ്ട്. എന്നിട്ട് ഈ ഓരോ ഈ ചാണകം ഒഴുകുന്നതിൻ്റെ സെൻറ്ററിൽ കൂടെ ജസ്റ്റ് 2 കമ്പ് അല്ല തടി വെച്ചിട്ടൊരു പാലം പോലെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് അടുത്ത ഏരിയയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ഹാൻഡ് പിക്ക് ചെയ്യുന്നത് ഏലക്ക എടുക്കുന്നത്. അത് കുറച്ച് പാടുള്ളൊരു പ്രോസസ്സാണ്. കാരണം മഴയാണെങ്കിലും വെയിലാണെങ്കിലും, വെയിൽ വലിയ പ്രശ്നമില്ല, മഴയാണെങ്കിൽ ഫുള്ള് ചെളി ചള്ളയായിട്ട് നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും. പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രമേ ഈ കായ എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പഴുത്തതും പഴുക്കാത്തതും ഈ ചെറിയ പിഞ്ച് കായൊക്കെ പറിച്ചെടുക്കും. അതുകൊണ്ട് തോട്ടത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലേഡീസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ആ ചേച്ചി നോക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, അവർ അലോ ചെയ്തതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ ഓരോ ഏലക്കയും ഹാൻഡ് പിക്ക് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ ഒരു ദിവസം ആ ബക്കറ്റ് ഇത്ര തവണ നിറയ്ക്കണം എന്നൊക്കെ വലിയ എസ്റ്റേറ്റിലുണ്ട്. പക്ഷേ ചിലയിടത്തൊന്നും ഒക്കെ ആ റൂൾ ഫോളോ ചെയ്യില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ എടുക്കണം എന്നൊരു ഇതുണ്ട്. പിന്നെ ഇതാണ് ക്ലൈമറ്റ്. ഭയങ്കര ഒരു മിസ്റ്റി ആൻഡ് ഭയങ്കര റെയിനി ഒരു ക്ലൈമറ്റാണ്. പിന്നെ ഈ ഗാർഡൻ്റെ ഒത്ത നടുക്ക് ഒരു വാട്ടർ റിസർവോയർ ഉണ്ട്. അതായത് ഒരു കെട്ടി നിർത്തിയ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു കുളമുണ്ട് കേട്ടോ. ഭയങ്കര ആഴമാണ് അതിന്. ഇപ്പം ഞാൻ കാണിച്ച പോലെയാണ് ഓരോ ഗാർഡൻ്റെ ഓരോ ഏരിയയിലേക്ക് നമുക്ക് ആ തടി പാലം ഇട്ടേക്കുന്നത്. ഇങ്ങനെ ചെല്ലുമ്പോഴത്തേനും ഫുൾ ഏലമായതുകൊണ്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മൾ ആ ചളിയിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും പോയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, നന്നായിട്ട് തെന്നും. നമ്മൾ സൂക്ഷിച്ച് ചവിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടത് തെന്നും. എന്നിട്ട് ഞാനിങ്ങനെ പോയി നോക്കിയപ്പോൾ ആക്ച്വലി ആ മഴ പെയ്തുകൊണ്ട് നന്നായിട്ടത് നിറഞ്ഞു കിടക്കുക കേട്ടോ. സത്യത്തിൽ അതിൻ്റെ ആഴം ഞാൻ കൺസ്ട്രക്ഷൻ സമയത്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര പേടി തോന്നി. കാരണം നല്ല ആഴമാണ് ഇതിനകത്തേക്ക്. ആ കല്ല് ഫുള്ള് അതിനകത്തുനിന്ന് എടുത്തിരിക്കുന്നതാണ്. ഇപ്പം നോർമലായിട്ട് കാണുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഇതിന് നല്ല ആഴമാണ്. മഴ പെയ്തിട്ട് ഇത്രയും നിറഞ്ഞതാണ് ആ വെള്ളം. പിന്നെ ഞാൻ തിരിച്ചു പോന്നു, കണ്ടിട്ട് എനിക്ക് പേടിയായി. പിന്നെ തിരിച്ചു വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. പിന്നെ ഈ മഴ കഴിയുമ്പം നമ്മുടെ ഈ ഗാർഡനിലൊക്കെ ഒരു സൈസ് കൂൺ മുളയ്ക്കും. ഇത് കാപ്പിക്കുരു കേട്ടോ. ഒരു സൈസ് കൂൺ മുളക്കി, വൈറ്റ്, പിന്നെ കണ്ടോ ചാരക്കളറ്, പിന്നെ ഇത് വേറൊരു ടൈപ്പാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.